അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഓട്സ് പിസ്സ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു യമ്മി പിസ്സയാണ്. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പിസ്സയും കൂടിയാണിത്. വേഗത്തിൽ വെന്ത് കിട്ടും. ഇത് കുറേ ടൈമൊന്നും വേണ്ട കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇളം ചൂട് പാൽ ഒഴിക്കുന്നുണ്ട്. 1 കപ്പ് പാലാണ് എടുക്കുന്നത്. 250 ml കപ്പിൽ തന്നെ 1 കപ്പ് പാലാണ് ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ മിക്സിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ടൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് കൊടുക്കുക. നന്നായിട്ട് ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ വേണം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കറക്റ്റ് ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിലാക്കിയിട്ടെടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാലും ഓട്സൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിതൊരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിലായാലും മതി, ഒലിവ് ഓയിലാകുമ്പോൾ ഒന്നും കൂടി നല്ലത്. എന്നിട്ട് 1 സ്പൂൺ വെച്ചിട്ട് ഈ മാവ് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ വേഗം അടിയിൽ പിടിക്കും. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. പിന്നെ നമുക്കിത് മറിച്ചിടാൻ ഒരിക്കലും കിട്ടില്ല. അത് പൊട്ടിപ്പോ, ഓട്സ് അല്ലേ, ഓട്സിനൊരു ഒട്ടലല്ലേ. അത് കാരണം ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആ പാനിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് കുക്കായി എന്ന് തോന്നുമ്പോൾ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ വേറെ പാനിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കും അതേപോലെ തന്നെ ഒനിയനും ചീസൊക്കെ ഇട്ട് കൊടുക്കുക. അതിനായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സോസൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് ഞാൻ എടുക്കുന്നത്. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതിടാം. ഞാനിപ്പോൾ അതില്ലാത്ത കാരണം ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഞാനിതൊക്കെ ചെയ്യുമ്പോൾ തീ കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം പല കളറുണ്ടെങ്കിൽ ഒന്നും കൂടി പിസ്സ കളർഫുൾ ആവാൻ നല്ലതാണ്. ഞാനിപ്പോൾ യെല്ലോയും ഗ്രീനും അതേപോലെ തന്നെ റെഡും ഇട്ടിട്ടുണ്ട്. അത് 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഞാൻ നേരത്തെ ഓൾറെഡി എല്ലില്ലാത്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കോൺഫ്ലവറും ഉപ്പും ചെറുനാരങ്ങ നീരും ഇട്ടിട്ട് മസാല പരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണിത്. അങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയത് ചീസാണ്. മൊസാറല്ലോ ചീസ് ഞാനൊരു കൈപ്പിടിയോളം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ പിസ്സ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിന് മൂടി വെച്ചിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് എനിക്കൊരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് ചീസൊക്കെ മൾട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ചീസൊക്കെ എപ്പോൾ മൾട്ടാവുന്നു അപ്പോൾ നമ്മുടെ പിസ്സ റെഡി. ഇത് ചീസൊക്കെ നന്നായിട്ട് മൾട്ടായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊരു 15-17 മിനിറ്റോളം എടുത്തത് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്, ചീസൊക്കെ നന്നായിട്ട് മൾട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ ഓൾറെഡി ഒരു സൈഡ് നന്നായിട്ട് വേവിച്ചെടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ പിസ്സൻ്റെ 2 സൈഡ് ഒരേപോലെ വെന്ത് കിട്ടും. ഈ ടേസ്റ്റുള്ള പിസ്സ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബറിൻ്റെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.